പാഠപുസ്തകങ്ങളിലെ ചരിത്ര കഥകൾ നമ്മളോട് പറയുന്ന ചിലതുണ്ട്. അതിലൊന്നാണ് ആദ്യമായി വിമാനം പറത്തിയത് റൈറ്റ് സഹോദരന്മാരാണ് എന്ന അറിവ്. എന്നാൽ ഇത് മറ്റൊരു കഥ. 1783 ജൂണിലെ ഒരു പ്രഭാതം ഫ്രാൻസിലെ അനോനെ പട്ടണത്തിനടുത്തുള്ള ഗ്രാമത്തിലെ ആളുകൾ ഒരു കാഴ്ച കണ്ട് ഞെട്ടി. ആകാശത്തുനിന്ന് ഒരു കൂറ്റൻ വസ്തു തങ്ങളുടെ ഗ്രാമത്തിനു നേരെ പാഞ്ഞടുക്കുന്നു. ആളുകൾ അലറി വിളിച്ചുകൊണ്ട് ഓടി. ചിലർ ധൈര്യം സംഭരിച്ച് ആയുധമെടുത്തു. പതിയെ നിലത്തിറങ്ങിയ ആ ഭൂതത്തെ ആയുധധാരികൾ വകവരുത്തി. ചിലർ അതിന്റെ ശരീരം കൊത്തിനുറുക്കി. കടലാസും തുണിയും കൊണ്ടുണ്ടാക്കിയ ഒരു കൂറ്റൻ ബലൂണായിരുന്നു അത്. തറയിൽ നിന്ന് ഉയർന്നു പറന്ന ലോകത്തിലെ ആദ്യ യന്ത്രം. ഗ്രാമത്തിന് 2.5 കിലോമീറ്റർ അകലെ നിന്ന് 2 സഹോദരങ്ങളായിരുന്നു അത് പറത്തിയത്, ജോസഫ് മെഗോൾഫിയറും ജാക്വസ് മെഗോൾഫിയറും. ചൂടുവായു നിറച്ച് കെട്ടഴിച്ചുവിട്ട ആ ബലൂൺ 4000 അടിയോളം കുതിച്ചുയർന്നു. ഉള്ളിലെ വായു തണുത്തപ്പോൾ അത് പതിയെ അടുത്ത ഗ്രാമത്തിലേക്ക് പറന്നിറങ്ങി. ചൂടുവായുവിന്റെ സവിശേഷതകളെക്കുറിച്ച് പഠിച്ച ഇവർ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു: ചൂടുവായു നിറച്ച ബലൂണിനെ അന്തരീക്ഷത്തിൽ കുതിച്ചുയരാനാകും. ഏറെ വൈകാതെ ഇവർ ബലൂണിൽ കയറി ആകാശയാത്ര നടത്തുകയും ചെയ്തു. അങ്ങനെ റൈറ്റ് സഹോദരന്മാരെക്കാൾ മുൻപേ ആകാശയാത്ര നടത്തിയവരായി മാറി ഇവർ. ഇങ്ങനെ ആഘോഷിക്കപ്പെടാതെ പോകുന്ന ചരിത്ര സത്യങ്ങളുണ്ട്. ആഘോഷങ്ങളും അലങ്കാരങ്ങളുമല്ല യഥാർത്ഥ മൂല്യങ്ങളെ നിലനിർത്തുന്നത്, അകക്കാമ്പാണ്. ഒരിക്കൽ സുവർണലിപികളിൽ അത് തെളിയുക തന്നെ ചെയ്യും. ശുഭദിനം.